ആഗോള അയ്യപ്പ സംഗമത്തിൽ ദേവസ്വം ബോർഡിനെ വെട്ടിലാക്കി ഹൈക്കോടതിയിൽ ഓഡിറ്ററുടെ വിശദീകരണം. ദേവസ്വം ബോർഡിന്റെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി ടെൻഡറില്ലാത്ത കരാർ നൽകി. ഇതിന്റെ അസാധാരണ കാരണം വ്യക്തമാക്കാൻ ബോർഡിന് സാധിച്ചില്ല. കരാറിൽ ലഭിച്ച കമ്പനി ഉപകരാറുകൾ നൽകി. രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടും ആസ്തി രജിസ്റ്റർ ഹാജരാക്കാനായില്ല എന്നും ഓഡിറ്റർ കോടതിയിൽ അറിയിച്ചു. വൗച്ചറുകളോ രസീതുകളോ ഇല്ലാതെ വലിയ തുകകൾ വിതരണം ചെയ്തത് കടുത്ത സാമ്പത്തിക വീഴ്ചയെന്ന് കോടതി വിമർശിച്ചു. ശ്യാം ദേവരാജ് വിവരങ്ങളുമായുണ്ട്. ശ്യാം, കോടതി വളരെ രൂക്ഷമായ ഭാഷയിലാണ് ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം നടത്തിയത്. മാത്രമല്ല 45 ദിവസത്തിനകം കണക്കു നൽകണമെന്ന് പറഞ്ഞ് അതിന്മേൽ വന്ന് അതിൽ കൂടുതൽ വിശദീകരണം ചോദിച്ച സമയത്തും ഈ പകുതി വേവാത്ത കണക്കുകളെ കുറിച്ചുള്ള വിവരങ്ങളാണ് കോടതിയുടെ മുന്നിലേക്ക് വരുന്നത്. മധു, അങ്ങനെ തന്നെയാണ്. ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിനെ വെട്ടിലാക്കുന്ന വിശദീകരണമാണ് ഹൈക്കോടതിയിൽ ഓഡിറ്ററായ വിജയൻ ആൻഡ് അസോസിയേറ്റ്സ് നൽകിയത്. ദേവസ്വം ബോർഡിന്റെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി ടെൻഡർ ഇല്ലാത്ത കരാർ നൽകിയെന്നതാണ് ഈ ഓഡിറ്റർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം. ഇതിന്റെ അസാധാരണ കാരണം വ്യക്തമാക്കാൻ ബോർഡിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. കരാർ ലഭിച്ച കമ്പനി ഉപകരാറുകളാണ് നൽകിയത്. യഥാർത്ഥ ചെലവുകൾ വിലയിരുത്താൻ ആവശ്യമായ അടിസ്ഥാന ബില്ലുകളോ രേഖകളോ ദേവസ്വം ബോർഡ് ഓഡിറ്റർക്ക് മുന്നിൽ ഹാജരാക്കിയില്ലെന്ന് കൂടി ഓഡിറ്റർ ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട്. സംയോജിതമായ കണക്കുകൾ മാത്രമാണ് നൽകിയത്. ബജറ്റിനേക്കാൾ അധികമായി വന്ന ചെലവുകൾക്ക് കൃത്യമായ വിശദീകരണം നൽകിയില്ല എന്നതാണ് മറ്റൊരു ആക്ഷേപം. രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടും ആസ്തി രജിസ്റ്റർ ഹാജരാക്കിയില്ല എന്നും ഓഡിറ്റർ ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട്. സ്പോൺസർഷിപ്പ് തുകയേക്കാൾ അധിക ചെലവുണ്ടായി എന്നതാണ് കോടതി പറയുന്നത്. വൗച്ചറുകളോ രസീതുകളോ ഇല്ലാതെ വലിയ തുക വിതരണം ചെയ്തത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ്, സാമ്പത്തിക വീഴ്ചയാണെന്ന് കോടതി നേരത്തെ തന്നെ വിലയിരുത്തിയിരുന്നു. IIIC 3 സ്ഥാപനങ്ങൾക്ക് ഉപകരാർ നൽകിയത് GST ഒഴിവാക്കിക്കൊണ്ടാണ് എന്ന കാര്യവും കൂടി ഹൈക്കോടതി നിരീക്ഷിക്കുന്നുണ്ട്. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്കും ഉപകരാർ നൽകിയത് GST ഒഴിവാക്കിയാണെന്ന കാര്യവും കൂടി ഓഡിറ്റ് റിപ്പോർട്ടിലുണ്ട്. യഥാർത്ഥ അനുബന്ധ ബില്ലുകൾ പലതും ഓഡിറ്റർക്ക് ലഭിച്ചില്ല. IIICയുടെയും ദേവസ്വം ബോർഡിന്റെയും സംയുക്ത റിപ്പോർട്ടിലും വ്യാപക പൊരുത്തക്കേടുകളുണ്ട് എന്ന കാര്യവും കൂടി ഓഡിറ്റർ ഹൈക്കോടതി അറിയിക്കുന്നുണ്ട്. വകയിരുത്തിയ തുകയും ചെലവഴിച്ച തുകയും തമ്മിലുള്ള അതിന്റെ ബില്ലുകൾ തമ്മിലാണ് ഈ പൊരുത്തക്കേടുകൾ ഏറെയുമെന്നാണ് ഓഡിറ്റർ ഇന്ന് ഹൈക്കോടതി അറിയിച്ചത്. ശരി, ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്. സാമ്പത്തിക അച്ചടക്കമില്ല എന്നാണ് പ്രേക്ഷകരെ കഴിഞ്ഞ ദിവസം ദേവസ്വം ബെഞ്ച് ഈ ദേവസ്വം ബോർഡിനെതിരെ നടത്തിയ ഒരു പരാമർശം. എന്തായാലും കണക്കുകളൊന്നും കൃത്യമായി അവിടെ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല ഈ വിശദീകരണം നൽകുന്നത് ഈ വിജയൻ ആൻഡ് അസോസിയേറ്റ്സ് ആണ്. കാരണം അവർ വലിയ തോതിലുള്ള കുറ്റം കേട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഓഡിറ്റിംഗ് നടത്തിയതുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായും അവർക്ക് അവരുടെ ക്രെഡിബിലിറ്റി നോക്കേണ്ടതുണ്ട്. ഈ രീതിയിലാണ് കോടതിയിലുള്ള പ്രതികരണം ഉണ്ടാകുന്നത്.